ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളിന്ന് വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു നുള്ള അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. ഇനി പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ലൂസാവാനും പാടില്ല, കട്ടിയാവാനും പാടില്ല. ഒരു പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ പഴമെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത മാവിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഓരോരോ പഴം നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടി മാത്രം ഇട്ട് പഴംപൊരി ഉണ്ടാക്കാതെ ഒരു നുള്ള് അരിപ്പൊടിയും കൂടി ചേർക്കണേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അധികം സോഫ്റ്റ് ആവില്ല, ക്രിസ്പി ഭയങ്കര ക്രിസ്പി ആവും ചെയ്യില്ല. ഒരു പാകം സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും, അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി പഴംപൊരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടാ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ താങ്ക് യു.